ഹലോ ഗോയ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സിനിമക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയാണ്, നമ്മുടെ ലിയോണാർഡോ ഡികാപ്രിയോൻ്റെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ബാക്കി ഇനി ഞാൻ സിനിമ കണ്ടിട്ട് വേണ്ടിയിട്ട് വന്നിട്ട് പറയാം. 2000 years later. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൂവിക്ക് വന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയ മൂവി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, ലിയോണാർഡോ ഡികാപ്രിയോൻ്റെ പുതിയ മൂവി. അപ്പോൾ മൂവി ഞാൻ കണ്ട്, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ വ്ളോഗ് ചാനലാണല്ലോ, അപ്പം നമ്മൾ ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്താൽ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണല്ലോ. അപ്പം ഞാൻ ഡിസ്ക്ലെയിമർ ആയിട്ടൊരു കാര്യം പറയാം. ഞാനൊരു എന്താ പറയുക, മൂവി ക്രിട്ടിക്കാണ് എന്നോ എന്തെങ്കിലും എനിക്ക് മൂവി റിവ്യൂ പറയാൻ അറിയാമെന്നോ ഞാൻ പറയുന്നില്ല. എനിക്ക് ആ മൂവി കണ്ടിട്ട് എന്തു തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അല്ലാണ്ട് ഞാൻ ബാക്കിയുള്ള യൂട്യൂബിലുള്ള മൂവി റിവ്യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ അറിയില്ല. ബാക്കി എല്ലാവരും ഒരു ജനറൽ ഓഡിയൻസ് എന്ന നിലയിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റും. അപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ സാധാരണ എൻ്റെ നാട് തലശ്ശേരിയാണ്. അപ്പം ഞാൻ തലശ്ശേരിയിലാണ് ഞാൻ സാധാരണ മൂവീസിന് പോകാറുള്ളത്. പക്ഷെങ്കിൽ ഈ മൂവി നമ്മളെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കണ്ണൂർ മറ്റേ സെക്യൂർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു മാളുണ്ട്, അവിടെ പോയിട്ടാണ് ഞാൻ മൂവി കണ്ടത്. അപ്പം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സുമാണ് പോയത്. അപ്പോൾ എനിക്ക് മൂവി വർക്കായി, എൻ്റെ വേറൊരു ഫ്രണ്ടിനും മൂവി വർക്കായി, മറ്റേ ഫ്രണ്ടിന് മൂവി വർക്കായിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പറയാൻ പറ്റൂല. ചില ആൾക്ക് ഇഷ്ടപ്പെടാൻ, ചില ആൾക്ക് ഇഷ്ടപ്പെടൂല. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഷോവിന് 7 ആൾക്കാരുണ്ടായി. ഞാൻ തലേ ദിവസം തിയേറ്ററിൽ വിളിച്ച് ചോദിച്ച സമയത്ത് 5 ആൾക്കാർ ഇല്ലെങ്കിൽ ഷോ ഓടൂല എന്ന് പറഞ്ഞത്. പിന്നെ രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ, കുറച്ച് ആൾക്കാരെല്ലാം ബുക്ക് ചെയ്തുകൊണ്ടാണ് ഷോ ഓടിയത്. അപ്പം ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത് പറയാനും പറ്റില്ല. പക്ഷെങ്കിൽ എന്താ പറയാ, സിനിമാറ്റോഗ്രാഫി എല്ലാം നൈസാണ്. എന്താ പറയാ, സിനിമാറ്റോഗ്രാഫി നൈസാണ്, ഒരു ഡയറക്ഷൻ നൈസാണ്. ഈ ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ കാണുന്നത്. ഇതുവരെ ഞാൻ വേറെ ആ ഡയറക്ടറിന്റെ മൂവി കണ്ടിട്ടില്ല. അപ്പോൾ ഡയറക്ടറിന്റെ പേര് എന്തായിരുന്നു, ഞാനിപ്പം നോക്കിയിട്ട് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ജേണലിൽ എഴുതി വെച്ചിട്ടുണ്ടായി. ഡയറക്ടർ പോൾ തോമസ് ആൻഡർസൺ. ആ ഡയറക്ടറിന്റെ ഞാൻ ഫസ്റ്റ് മൂവിയാണ് കാണുന്നത്, വൺ ബാറ്റിൽ ആഫ്റ്റർ ആണ്. വേറെ മൂവി ഉണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ മൂവിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറെ റിവ്യൂസ് എല്ലാം കണ്ടതാണ്. പക്ഷെങ്കിൽ ആ റിവ്യൂസിൽ ഇപ്പോൾ എന്താ പറയുക, കോക്കിന്റെ റിവ്യൂ ആണെങ്കിലും നൈസ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത്. ഇപ്പം റിവ്യൂ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇപ്പം നീ എന്തിന് റിവ്യൂ കണ്ടിട്ട് പോയി? ഇപ്പം വേറെ ഒരു റിവ്യൂ കാണാണ്ട് പോയി കഴിഞ്ഞാൽ പടം എങ്ങനെ ഉണ്ട് എന്നൊരു ജനറൽ ഒപ്പീനിയൻ നമുക്ക് കിട്ടൂലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഒരു മൂവിക്ക് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒരു റിലയബിൾ ആയ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പോവുക. അപ്പോ എനിക്ക് പടം ഇഷ്ടമായി. അപ്പം എനിക്ക് വേറെ ഇഷ്ടമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ മൂവിയിൽ ഇഷ്ടമായത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, അതെല്ലാം ഇഷ്ടമായിന്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായത് പെർഫോമൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത് എന്ന് വെച്ചാൽ ലിയോണാർഡോ ഡികാപ്രിയോന്റെ പെർഫോമൻസ് ആണ് ഫസ്റ്റ് പറയേണ്ടത്. അതായത് ഇതൊരു, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു റെവല്യൂഷൻ ബേസ്ഡ് മൂവിയാണ്. ഇപ്പോൾ ഇത് ഒരു റെവല്യൂഷണറി ഗ്രൂപ്പിലേക്ക് ലിയോണാർഡോ ഡികാപ്രിയോ വന്നു പെടുന്നതാണോ അല്ലെങ്കിൽ ഓൾറെഡി മെമ്പർ ആണോ എന്ന് നമുക്ക് തിരിയൂല. കാരണം മൂവി തുടങ്ങുമ്പേ ലിയോണാർഡോ ഡികാപ്രിയോ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ ഇവർ
മിഡ് വേയിലാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ എന്തെന്നാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പിന്നെ പിന്നെ സിനിമ അങ്ങോട്ട് എത്തുമ്പോഴാണ് എന്തെന്നാണ് ഇവർ ചെയ്യുന്നത്, എന്തെന്നാണ് നടക്കുന്നത് എന്ന് കറക്റ്റ് മനസ്സിലാവുക. അപ്പോ നമ്മള് ഓഡിയൻസ് എന്ന നിലയിൽ നമുക്കൊരു വണ്ടർ അടിക്കുന്നുണ്ടാവും, ഇവർ എന്തെന്നായി ചെയ്യുന്നത്, എന്തെന്നാണ് ഇവിടെ നടക്കുന്നത്. അതേ ഒരു 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 ഡിലിമയിലൂടെയാണ് ഡിക്കാപ്രിയും കടന്നു പോകുന്നത്. അതായത് ഇയാൾക്ക് നമ്മൾക്ക് ഇയാളൊരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ഇതിൻ്റെ അകത്ത് പെട്ടുമ്പോൾ ഇയാൾക്ക് ഇത് തിരിച്ചു പോകാനും പറ്റൂല. പക്ഷെ ഈ ചെയ്യുന്ന കാര്യത്തിന് ഇയാൾക്ക് കൂടെ നിന്നേ പറ്റൂ. പക്ഷെ ഇയാൾക്ക് ഈ ചെയ്യുന്ന കാര്യത്തിന് വലിയ ഇൻട്രസ്റ്റും ഇല്ലാന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോ ആ ഈ ഒരു ക്യാരക്ടറിന്റെ സ്ട്രഗിള് ഡികാപ്രിയോ നല്ല നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം വലിയൊരു ആക്ഷൻ മൂവി പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് കാണണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ മൂവിയിൽ വലിയ രീതിയിലുള്ള സ്റ്റൺസോ അല്ലെങ്കിൽ ആക്ഷൻസോ ഒന്നുമില്ല. പക്ഷെങ്കിൽ ഒരു ഡ്രാമ എന്ന നിലയിൽ കഥ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്ന് വെച്ചാൽ, ടൈന ടൈലർ ചെയ്ത ഇതൊരു നായിക പ്രിഫീലിയ, അത് നൈസ് ക്യാരക്ടർ, ഒരു ക്രേസി ഒരു ഡോമിനേറ്റിംഗ് ഒരു വുമണിന്റെ ഒരു റോള് അവര് ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവര് മൂവിന്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മാത്രമേ ഇവർ ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ഉള്ളൂ. എന്നാലും ആ ക്യാരക്ടറിനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും ഈ സിനിമയെ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഷോൺ പെൻ ചെയ്ത ലോക്ക് ജോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് കിടിലൻ ക്യാരക്ടറാണ്. പക്ഷെങ്കിൽ ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ കോക്കിന്റെ റിവ്യൂല് പറയുന്നുണ്ട് അത് ഇയാളൊരു കോമഡി പീസായി പോകും. അത് എനിക്കൊരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇയാള് ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഇയാളതായ കാരണങ്ങളുണ്ട്. അപ്പോ നമ്മളെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നമുക്കും തോന്നി ഇയാൾ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ, ഇയാൾക്കൊന്ന് പോയി ചത്തൂടെ എന്ന് നമുക്കൊരു ഓഡിയൻസ് എന്ന നിലയിൽ എനക്ക് തന്നെ തിയേറ്ററിൽ ഇരുന്ന് തോന്നി. അപ്പോ ആ ഈ ഒരു നിലയിൽ ഷോൺ പെൻ നല്ല രീതിയിൽ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോൺ പെന്നിന്റെ വേറെ മൂവീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നാലും പറയേണ്ട കാര്യം പറയണം. പിന്നെ എനിക്ക് ഇഷ്ടമായ ക്യാരക്ടർ എന്ന് വെച്ചാൽ ലിനാർഡോ ഡിക്കാപ്രിയോന്റെ ബോബ് എന്ന ക്യാരക്ടറിന്റെ മോളായിട്ട് ചെയ്ത വില്ല. ആ വില്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ നൈസാണ്. കാരണം ഒരു 12-13 ഒരു ടീനേജർ കടന്നു പോവാൻ പാടില്ലാത്തതും ഇങ്ങനെ പല പല സിറ്റുവേഷൻസിലൂടെ ആ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഒരു നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇഷ്ടമായിട്ടില്ലേ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ മൂവി റിവ്യൂസ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇതൊരു ഫാസ്റ്റ് വീഡിയോ ആയിരുന്നു, എനിക്കറിയാം. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.